എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത് ഗൂഗിൾ ഫോമും ഗൂഗിൾ ഷീറ്റുമാണ്. അപ്പൊ എന്താണ് ഗൂഗിൾ ഫോം? നിങ്ങളിൽ പല ആൾക്കാരും കേട്ടിട്ടുണ്ടാവും, ഗൂഗിൾ ഷീറ്റും കേട്ടിട്ടുണ്ടാവും. ഗൂഗിൾ ഷീറ്റ് എന്ന് പറയുന്നത് എക്സല്, ഓപ്പൺ ഓഫീസ് കാൽക്ക് തുടങ്ങിയ സോഫ്റ്റ്വെയറുകൾ പകരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഓൺലൈൻ സോഫ്റ്റ്വെയർ ആണ് ഈ ഗൂഗിൾ ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗൂഗിൾ ഷീറ്റ് ഉപയോഗിച്ച് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എക്സലോ ഇതൊന്നും ഉപയോഗിക്കില്ല, ഓപ്പൺ ഓഫീസ് കാൽക്കോ ഒന്നും ഉപയോഗിക്കില്ല. കാരണം അത്രയും പവർഫുൾ ആണ്. ഇതിൽ കുറെ അധികം ടൂളുകളുണ്ട്. ടൂൾ എന്ന് പറയുന്നത് നമുക്ക് മെയിൽ മെർജ് ചെയ്തെടുക്കാൻ പറ്റുന്ന, മെയിൽ മെർജ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ വേർഡിലും ഒക്കെ ചെയ്യാം. പക്ഷെ അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്താണ് ഇതിനുള്ള ഒരു വ്യത്യാസം? തീർച്ചയായിട്ടും ഇതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാം. ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുന്നെന്ന് പറഞ്ഞാൽ ഒരു വെബ്സൈറ്റിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ ഒരു പ്രത്യേകത ഇതിനകത്ത് ചെയ്യാം. ഇന്ന് മൈക്രോസോഫ്റ്റ് വേർഡ് ഇപ്പൊ ഷെയർ ചെയ്യാം, പക്ഷെ എന്നാലും വേർഡും എക്സലും ഒക്കെ ഷെയർ ചെയ്യാം. പക്ഷെ എന്നാലും ഇതുപോലെ ഷെയർ ചെയ്യാനായിട്ടൊരു ടൂള് അവൈലബിൾ അല്ല. ഇത് ഫ്രീ ആണ്. വേർഡിനൊക്കെ പൈസ കൊടുക്കണം. അത് ശരിക്കും ക്യാഷ് കൊടുത്ത് തന്നെ വാങ്ങി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം, എങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ ഇത് ചെയ്യാം? ആദ്യം ഞാൻ ഒരു മെത്തേഡ് കാണിക്കാം. മെത്തേഡ് എന്ന് പറയുന്നത്, നിങ്ങളിത് ഈ വീഡിയോ മൊത്തം കാണണം, എങ്കിലേ ഇത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാണ് നമ്മളൊരു റിപ്പോർട്ട് ഏതെങ്കിലും ഒരു ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ ഒരാളിൽ നിന്നോ ഒക്കെ ഒരു റിപ്പോർട്ട് മേടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. കാരണം ഇതിന് രണ്ടാമതൊരു ഭാഗവും കൂടി ഞാൻ ചെയ്യുന്നുണ്ട്. അത് വേറൊന്നുമല്ല, ഞാൻ ആദ്യം ഇതിന്റെ ഗൂഗിളിന്റെ പ്രോഡക്ട്സിനെ പരിചയപ്പെടുത്തിയ സമയത്ത് ഒരു ഐറ്റം പറഞ്ഞതാണ് ഓട്ടോമാറ്റിക് റിപ്പോർട്ട് ജനറേഷൻ. അപ്പൊ അത് വിട്ടുപോയതൊന്നുമല്ല. കാരണം ഈ ഓരോ ഐറ്റംസ് പറഞ്ഞതിന് ശേഷം മാത്രമേ അത് പറയാൻ പറ്റൂ. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ മാത്രമേ നമുക്കത് മനസ്സിലാകുകയുള്ളൂ. അപ്പൊ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നൊന്ന് നോക്കാം. ആദ്യം നമുക്കൊരു ഫോം ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ഇത് ഗൂഗിൾ ഡ്രൈവ് ആണ്. എല്ലാവർക്കും ഗൂഗിൾ ഡ്രൈവ് അറിയാമല്ലോ. അപ്പൊ അറിഞ്ഞുകൂടാത്തവര് തൊട്ട് മുമ്പത്തെ ഗൂഗിളിന്റെ പ്രോഡക്ട്സും ഗൂഗിൾ ഡോക്കും ഒക്കെ കണ്ടാൽ മതി. ഇവിടെ ഒന്നുകൂടി ഞാൻ പറയാണ്, നമ്മുടെ ഡ്രൈവില് ലോഗിൻ ചെയ്യുക. ന്യൂവില് ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ടാവും. അതിനകത്ത് മോർ എന്ന ഓപ്ഷൻസിനകത്ത് ഗൂഗിൾ ഫോംസ് തന്നെ പ്രീഡിഫൈൻഡ് ടെംപ്ലേറ്റ്സും ഉണ്ട്, ബ്ലാങ്ക് ഫോമും ഉണ്ട്. നമ്മൾ തൽക്കാലം ബ്ലാങ്ക് ഫോം എടുക്കുകയാണ്, ഗൂഗിൾ ഫോം. ഇപ്പൊ തീർച്ചയായിട്ടും അത് മൊത്തത്തിൽ കാണണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് പൂർണ്ണമായിട്ട് മനസ്സിലാവുള്ളൂ. ഗൂഗിൾ ഫോം എടുക്കുന്നു. ഇതിൽ ക്ലിക്ക് ചെയ്ത് നമ്മളൊരു ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്നു. ടൈറ്റിൽ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഓഫീസിൽ, ഹെഡ് ഓഫീസിൽ, ഉദാഹരണത്തിന് ഒരു ഹെഡിന് അവരുടെ സബോർഡിനേറ്റ്സിന്റെ കയ്യിൽ നിന്നും കുറച്ച് റിപ്പോർട്ട്സുകൾ വാങ്ങിക്കണം. ആ റിപ്പോർട്ട്സ് ഓൺലൈനായിട്ട് വാങ്ങിക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോ തൽക്കാലം റവന്യൂവിന്റെ ഓഫീസിലും പഞ്ചായത്തിന്റെ ഓഫീസിലും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ്, ഒരു റിപ്പോർട്ട് വാങ്ങാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ്. ഇപ്പം റവന്യൂവിന്റെ ഓഫീസിൽ, ഇപ്പൊ താലൂക്ക് ഓഫീസിൽ വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്ന് റിപ്പോർട്ട് തഹസിൽദാർക്ക് വാങ്ങണം. ഇത് വില്ലേജ് ഓഫീസിലും ചെയ്യാം. ഇതിപ്പോ തൽക്കാലം ഞാൻ റിപ്പോർട്ടിന്റെ കാര്യം മാത്രമേ പറയുന്നത്. ഇതെങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ആദ്യം ടൈറ്റിൽ ടൈപ്പ് ചെയ്തു, എന്നിട്ട് ഡിസ്ക്രിപ്ഷൻ ടൈപ്പ് ചെയ്യാം. ഇവിടെ മലയാളത്തിലൊക്കെ ടൈപ്പ് ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ, എന്നിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ,
ഞാൻ ഏറ്റവും എളുപ്പത്തിലുള്ളൊരു ഫോമാണ് ചെയ്യുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, അനന്ത സാധ്യതയാണ് ഇതിനുള്ളത്. ആകെ ജീവനക്കാരുടെ എണ്ണം, അത് ഷോർട്ട് ആൻസർ ആണ്. ഷോർട്ട് ആൻസർ ടെക്സ്റ്റ് ഇവിടെ വരും, നമ്പർ തന്നെ ആയിരിക്കണം അവിടെ. എന്നിട്ട് വീണ്ടും കോപ്പി, ഒരു കോപ്പിയും കൂടി എടുത്തു, ഡ്യൂപ്ലിക്കേറ്റ്. ഇനി ഈ ഫീൽഡ് അവർക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അത് സ്കിപ്പ് ചെയ്യാതിരിക്കാൻ ഇവിടെ റിക്വയർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇത് പൂർണ്ണമായിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം മനസ്സിലാവൂ. എന്നിട്ട് കോപ്പി, ഡ്യൂപ്ലിക്കേറ്റ്. അപ്പോ ആകെ ജീവനക്കാരുടെ എണ്ണം എന്ന് ചോദിച്ചു വന്നു. ഇവിടെ വില്ലേജിന്റെ പേര് ഇതായിരുന്നു ആദ്യം വരേണ്ടത്. അപ്പൊ അവിടെ വില്ലേജിന്റെ പേര് നമ്മൾ അതൊരു പാരഗ്രാഫ് ആക്കി കൊടുക്കുന്നു, ടെക്സ്റ്റ് ആയതുകൊണ്ട്. അതും റിക്വയർഡ് ആണ്, ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട്. നമുക്കിത് വേണമെങ്കിൽ റീഅറേഞ്ച് ചെയ്യാം. പിന്നെ മുകളിലോട്ട് കൊണ്ട് വെച്ചു കൊടുക്കുക. ഉണ്ടോ, വില്ലേജിന്റെ പേര് ആദ്യം വന്നു, ആകെ ജീവനക്കാരുടെ എണ്ണം, പിന്നെ ഇത് തിരുത്തുക. സ്ത്രീകൾ, ഷോർട്ട് ആൻസർ, നമ്പർ, കോപ്പി. ഇവിടെ അതിനൊരു ചെറിയ ഡിസ്ക്രിപ്ഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കൊടുക്കുകയൊക്കെ ചെയ്യാം, ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഇവിടെ പുരുഷൻ, അതും ഷോർട്ട് ആൻസർ ആണ് കൊടുത്തേക്കുന്നത്. ഇത്രയും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫോം ക്രിയേറ്റ് ചെയ്യാം. ഇതിപ്പോ റിപ്പോർട്ട് വേണം, ജസ്റ്റ് ഞാൻ സിമ്പിൾ ആയിട്ടൊന്നും കാണിക്കാം. ഇത് നിങ്ങളുടെ ഓരോ ഓഫീസിന്റെയും ഉപയോഗത്തിനനുസരിച്ചിട്ട് ചെയ്യണം. ഇവിടെ റെസ്പോൺസസ് എന്ന് പറഞ്ഞിട്ട് തൊട്ടിപ്പുറത്ത്, ഇത് ക്വസ്റ്റ്യൻസ് ആണ്. റെസ്പോൺസസ് എന്ന് പറഞ്ഞിട്ട് തൊട്ടിപ്പുറത്ത് ഒരു പോർഷനാണ്. അതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയട്ടെ, ഇവിടെ ഫോമിന് പേര് കൊടുക്കാം. അപ്പൊ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഈ ആദ്യത്തെ ടൈറ്റിലിന്റെ പേര് തന്നെ അവിടെ വരും. റിപ്പോർട്ട് 1 മാറ്റിയതിനു ശേഷം ജീവനക്കാരുടെ എണ്ണം എന്ന് കൊടുക്കാം. എന്നിട്ട് റെസ്പോൺസസ് എന്ന് പറഞ്ഞ ഫീൽഡിലോട്ട് വരുമ്പോൾ 0 റെസ്പോൺസസ് ആണ് കാണുന്നത്. ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് ഇവിടെ പ്രിവ്യൂവിൽ ക്ലിക്ക് ചെയ്യാം. ഈ ഫോം എങ്ങനെയാണ് വില്ലേജിൽ കാണുന്നത് എന്ന് നോക്കാം. കണ്ട, ഇത് നമ്മളെ ഈ ഓൺലൈനിലൊക്കെ ഫോം സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് പോലെ ഇവിടെ വരും വില്ലേജിന്റെ പേര്. കണ്ടോ, ജീവനക്കാരുടെ എണ്ണം, സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അവിടെ റിപ്പോർട്ട് 1 സബ്മിറ്റഡ്, യുവർ റെസ്പോൺസ് ഹാസ് ബീൻ റെക്കോർഡഡ്. ഇതുകൊണ്ട് എന്താ പ്രയോജനം എന്ന് നോക്കിക്കോ. ഇത് ചെയ്യുന്നത് താലൂക്ക് ഓഫീസിൽ നിന്നാണെന്ന് വിചാരിക്കുക. ഇവിടെ റെസ്പോൺസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അവിടെ വരുമ്പോ നമ്മൾ നേരത്തെ ബ്ലാങ്ക് കണ്ടു, പക്ഷെ ഇപ്പൊ ഇവിടെ കണ്ടോ ഡീറ്റെയിൽസ് വന്നുണ്ടോ. എന്നിട്ട് ഇത് നമുക്ക് ഇതിപ്പോ ഫോം വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. അത് ഞാൻ അടുത്തടുത്ത വീഡിയോകളിൽ വിശദമാക്കി തരുന്നുണ്ട്. ഇത് നമുക്ക് എങ്ങനെ ഷീറ്റിൽ കാണാം. ഇവിടെ ഗൂഗിൾ ഷീറ്റിന്റെ ക്രിയേറ്റ് സ്പ്രെഡ്ഷീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്രിയേറ്റ് എ ന്യൂ സ്പ്രെഡ്ഷീറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും വരും. സെലക്ട് എക്സിസ്റ്റിംഗ് സ്പ്രെഡ്ഷീറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും വരും. അവിടെ ജീവനക്കാരുടെ എണ്ണം എന്ന് പറഞ്ഞ് റെസ്പോൺസ് അത് കാണിക്കാം. ക്രിയേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോ പുതിയ വിൻഡോയിൽ ഷീറ്റിന്റെ രൂപത്തിൽ, അതായത് ഒരു എക്സൽ ഷീറ്റ് പോലെ അല്ലെങ്കിൽ ഓപ്പൺ ഓഫീസ് കാൽക്കിൻ്റെത് പോലെ നമ്മൾ അവിടെ എൻട്രി ചെയ്ത് കൊടുത്ത ഡീറ്റെയിൽസ് ഇവിടെ വരും. അപ്പൊ ഇത് കാണുമ്പോൾ നിങ്ങൾ ചോദിക്കും, ഇത് നമുക്ക് സാധാരണ എക്സലിൽ തന്നെ മേടിച്ചൂടെ? ശരിക്കും ഇത് ഒരു മൊബൈലിൽ ഈ ഫോം ഓപ്പൺ ചെയ്യാൻ പറ്റും. മൊബൈലിൽ 1 by 1 ആയിട്ട് വരികയും കമ്പ്യൂട്ടറോ ഒന്നും ഇല്ലെങ്കിൽ പോലും
ഇപ്പൊ വില്ലേജ് ഓഫീസർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓഫീസിലോ, ഏത് ഓഫീസിലാണോ നമ്മൾ കൊടുക്കുന്നത് ആ ഓഫീസിൽ നിന്നും എൻട്രി ചെയ്യാൻ പറ്റും. അതായത് ഓഫീസിന്റെ വിവരങ്ങൾ ഇങ്ങനെ എൻട്രി ചെയ്ത് കൊടുക്കാം. അപ്പൊ അതായത് റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. ഇനി ഇത് മാത്രമല്ല ഇതിന്റെ പ്രത്യേകത. ഇത് ഒരു പ്രാവശ്യം ചെയ്താൽ മതി. ഈ ഒരു ഫോമിന്റെ കാര്യം ഒരു പ്രാവശ്യം ചെയ്താൽ മതി. അവിടെ ഒരു 130 വില്ലേജ് ഉണ്ടെങ്കിലും, ഈ താലൂക്കിന്റെ അണ്ടറിൽ ഒരു 130 വില്ലേജ് ഉണ്ടെങ്കിലും അവർ ഓരോ തവണയും എൻട്രി ചെയ്യുന്ന ടൈം സ്റ്റാമ്പ് ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ഇത് അവർക്ക് തിരുത്താൻ പറ്റത്തില്ല. അവരെപ്പോഴാണോ ഡാറ്റ സബ്മിറ്റ് ചെയ്തത് ആ സമയം ഇവിടെ വരും. രണ്ടാമതായിട്ട് എങ്ങനെയാണ് ഒരെണ്ണം കൂടി സബ്മിറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇത് വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഇതിനകത്തൊരു സെറ്റിംഗ്സ് ഉണ്ട്. ആ സെറ്റിംഗ്സ് എടുത്തിട്ട് ഇങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. ലിമിറ്റഡ് ടു 1 റെസ്പോൺസ്. നിങ്ങൾ എടുക്കുന്ന സമയത്ത് ആദ്യം ഇതിങ്ങനെ ആയിരിക്കും കിടക്കുന്നത്. ലിമിറ്റ് ടു 1 റെസ്പോൺസ്, എഡിറ്റ് ആഫ്റ്റർ സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൂടി വരും. അതായത് സബ്മിറ്റ് ചെയ്താലും അവർക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത്. അത് രണ്ടും വേണമെങ്കിൽ ഓഫ് ചെയ്യാം. ലിമിറ്റഡ് ടു 1 റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം സബ്മിറ്റ് ചെയ്യുന്ന ആ ഒരു രീതി. അതായത് ഒരു ഫോം ഒരാൾക്ക് അയച്ചു കൊടുത്താൽ ആ ഫോമിനകത്ത് കയറി അവർക്ക് ഒരു പ്രാവശ്യം മാത്രമേ റിപ്പോർട്ട് ചെയ്യാൻ പറ്റൂ. അതൊക്കെ ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. അതങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഞാൻ തൽക്കാലം അങ്ങനെ ചെയ്യുന്നില്ല, കാരണം ഇതിൽ നിന്ന് വീണ്ടും ഞാൻ സബ്മിറ്റ് ചെയ്യുകയാണ്. ഞാൻ എന്താ ഇവിടെ മുകളിൽ 2 ഷീറ്റും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇത് ഷീറ്റ് ഉണ്ട്, ഈ ഇതുണ്ട്. ഞാൻ വീണ്ടും അടുത്ത റെസ്പോൺസ് ചെയ്യാണ്. ഇവിടെ റെസ്പോൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിവ്യൂ കൊടുത്താൽ മതി. കൊടുത്തിട്ട് വീണ്ടും വില്ലേജിന്റെ പേര്, ആകെ ജീവനക്കാരുടെ എണ്ണം, സബ്മിറ്റ് കൊടുത്തു. ഇങ്ങനെ സബ്മിറ്റ് കൊടുക്കുന്ന സമയത്ത് തന്നെ ഇപ്പുറത്തെ ആ ഷീറ്റിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ടാവും. നമുക്ക് ഈ ഷീറ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ടിരുന്നാൽ മാത്രം മതി. അവിടെ ഇങ്ങനെ എൻട്രി ചെയ്യുന്നത് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, ഡീറ്റെയിൽസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. വീണ്ടും അടുത്ത റെസ്പോൺസ് സബ്മിറ്റ് ചെയ്യാനായിട്ട് വീണ്ടും പോവുക. സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഡീറ്റെയിൽസ് നോക്കുക. അവിടെ വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി വന്നു കണ്ടോ. അത് ഓൺലൈൻ ആയതുകൊണ്ടാണ്. ഓൺലൈനിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇങ്ങനെ നമുക്ക് നോക്കുമ്പോൾ ഇങ്ങനെ കാണാൻ പറ്റും. ഓരോ ഓഫീസിൽ നിന്ന് എൻ്റർ ചെയ്യുന്ന ഡീറ്റെയിൽസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതാണ് ഫോം. ഇനിയിപ്പം ഇതെങ്ങനെ അയച്ചു കൊടുക്കുമെന്ന് നോക്കാം. ഇതെങ്ങനെ നമ്മൾ അയച്ചു കൊടുക്കുന്നത്, മെയിലായിട്ട് അയച്ചു കൊടുക്കണമെങ്കിൽ, ഇവർക്ക് ഇത് അയച്ചു കൊടുക്കണമെങ്കിലും ഓപ്പൺ ചെയ്യണമെങ്കിലും ഇതിനൊരു ജിമെയിൽ അക്കൗണ്ട് വേണം. ആർക്കാണോ അയച്ചു കൊടുക്കുന്നത് അവർക്ക് ജിമെയിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഓപ്പൺ ചെയ്ത് ഇതേപോലെ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് ചെയ്യേണ്ടത് ഇവിടെ സെൻഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഈ ഫോമൊക്കെ തയ്യാറാക്കി കഴിഞ്ഞ് എല്ലാ ഡീറ്റെയിൽസും ചെയ്തതിന് ശേഷം സെൻഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ സെൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിനകത്ത് ക്ലിക്ക് ചെയ്താൽ അയച്ചു കൊടുക്കേണ്ടത് ആർക്കാണോ അവരുടെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുക. മെയിൽ ഐ ഡി ഇവിടെ കൊടുക്കുക. എത്ര മെയിൽ ഐ ഡി വേണമെങ്കിലും കൊടുക്കാം. തൽക്കാലം ഞാനിവിടെ ഇത് തന്നെ ഉപയോഗിക്കുകയാണ്. സെൻഡ് കൊടുക്കുന്നു. സെൻഡ് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ മെയിലിൽ, അതായത് ഇപ്പൊ ഞാൻ ഈ മെയിലിനകത്ത് തന്നെയാണ് കൊടുത്തതുകൊണ്ട് എവിടെ കിടക്കിട്ട് ഞാൻ ജിമെയിൽ എടുക്കുകയാണ്. ഇത് ഡ്രൈവ് ആയതുകൊണ്ട് ജിമെയിലോട്ട് പോവുകയാണ്. നമ്മുടെ നെറ്റ് കുറച്ച് സ്പീഡ് കുറവാണ് കേട്ടോ. അതുകൊണ്ടാണ് ലോഡ് ചെയ്യാൻ താമസം. അല്ലെന്നുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ വരില്ല. ഇവിടെ കണ്ടോ, അവിടെ ഇൻബോക്സിൽ മീ, അതായത് ഇപ്പൊ ഞാൻ തന്നെ അയച്ചതുകൊണ്ട് ഇതിനകത്ത് ഇങ്ങനെ വന്നതാണ്. റിപ്പോർട്ട് 1 ടൈറ്റിൽ വന്നിട്ട് ഐ ഹാവ് ഇൻവൈറ്റഡ് യു ടു ഫിൽ ഔട്ട് എ ഫോം എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് കാണിച്ചു. ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഫോം വരും. ഇതിപ്പോ ഞാൻ ഡബിൾ സ്പ്ലിറ്റ് ഫോം കൊടുത്തിരിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ഇതിനകത്ത് ഫോം കാണും. ഫിൽ ഔട്ട് ഫോം എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്താൽ ഈ ഫോം ഒന്നും നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പകരം ഫോം പ്രിന്റ് സബ്മിറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് മാത്രമേ വരത്തുള്ളൂ. കണ്ടോ,
സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ തന്നെ ആ ഷീറ്റിൽ എന്ത് വരും? ഈ റിപ്പോർട്ട് വരും. ഇത് ആർക്കൊക്കെയാണോ അയച്ചു കൊടുക്കുന്നത് ആ റിപ്പോർട്ടുകളെല്ലാം വരും. ഇത് നമ്മൾ ഈ ഫോം, നമ്മുടെ തന്നെ ഫോം, നമ്മൾ ചെയ്തിരിക്കുന്ന ഫോം കണ്ടോ? ആ ഫോമിനകത്ത് എത്ര 4 റെസ്പോൺസ് വന്നു, 4 വില്ലേജ് വന്നു കണ്ടോ? അതിന്റെ സ്റ്റാറ്റിക്സ് ഒക്കെ കാണാൻ പറ്റും. ഗ്രാഫായിട്ട് തന്നെ കൃത്യമായിട്ട് കാണാൻ പറ്റും കണ്ടോ? ക്വസ്റ്റ്യൻസ് കണ്ടോ? വളരെ പെർഫെക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. ഇതൊക്കെ പ്രിന്റ് ഔട്ട് എടുക്കുകയും ചെയ്യാം. സമ്മറിയൊക്കെ പ്രിന്റ് ഔട്ട് ഒക്കെ എടുക്കുകയും ചെയ്യാം. അപ്പൊ ഇതാണ് ഇതിന്റെ പ്രത്യേകത. ഇതാണ് ഫോം എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഫോം കൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫോമിന് മാത്രമായിട്ട് പ്രത്യേക ഒരു വീഡിയോ ചെയ്തിരുന്നതാണ്, ഫോമിനും ഷീറ്റിനും കൂടി. ഇതിപ്പോ റിപ്പോർട്ട് ജസ്റ്റ് ഒന്ന് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ തൽക്കാലം എന്തെങ്കിലും ഒരു വലിയ ഒരു പ്രശ്നം വന്നു, അപ്പൊ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ റിപ്പോർട്ട് ചോദിക്കണം, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ടൂളുകളും ഇല്ലെങ്കിൽ നമുക്ക് ഒരു ടൂള് കസ്റ്റമൈസ് ചെയ്ത് ഇതുപോലെ ഉപയോഗിക്കാം. അതിനാണ് ഇത് ഉപയോഗിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു വലിയ ഇൻഫർമേഷൻസ് എല്ലാവരിലേക്കും എത്തിക്കുക. എംപ്ലോയീസും ഇത് പഠിക്കുന്ന ആൾക്കാർക്കും എല്ലാം ഗുണകരമാണ്. സ്കൂളിനും ഒക്കെ ഉപയോഗകരമാണ്. സ്കൂളിലെ കുട്ടികളുടെ റിപ്പോർട്ടൊക്കെ ചോദിക്കാനും ഒക്കെ ഇതെടുക്കാം. അപ്പൊ ഇതെല്ലാവരും ചെയ്തു നോക്കുക, എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. അപ്പോ എല്ലാവർക്കും ഈ അറിവ് ലഭ്യമാകട്ടെ. നന്ദി, നമസ്കാരം.